1.75 ചോദിക്കണം. ചെറിയൊരു മാറ്റം വരുത്തിട്ട് 1.75 എന്തായാലും കുറച്ച് കൊടുക്കാം. ചെറിയൊരു മാറ്റം, വലിയൊരു മാറ്റം. നമ്മള് കസ്റ്റമർ വരുന്ന ചിലവും അങ്ങനത്തെ എടുക്കുന്നുള്ളതിൽ മാക്സിമം കുറച്ച് കൊടുക്കും. 1.35 ഇട്ടേ കൊടുക്കാം. 1,35,000 അടിപൊളി എ സ്റ്റാർ LXI കൊടുക്കാം. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. 3.95 ഇട്ടേ കൊടുക്കാം. 3.95 ആണല്ലേ? 5 ഇട്ടേ കൊടുക്കാം. എന്തായാലും കുറച്ച് കൊടുക്കുമോ? ചെറിയൊരു അണക്കുമ്പാടെ ചെയ്യാം, ചെയ്ത് കൊടുക്കാല്ലേ? എണ്ണക്കായി കുറച്ച് കൊടുക്കും. 2021 ഇത് വണ്ടി. 21 മോളുണ്ടല്ലേ? 15,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിച്ചോളൂ. ഓക്കെ. ചെറിയ റീപ്ലേസ് ഉണ്ട് ഇതിമ്മലുള്ളത്. നമുക്കൊരു 4 രൂപ കിട്ടിയ ഫൈനല് 4 ലക്ഷം ചോദിക്കുന്നുണ്ട്. കുറയോ? ചെറിയൊരു മാറ്റം പറ്റും. എണ്ണക്കായി കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടിയില്ല. ഇതിന് 3.5 ലോണും കയറി 2.5 ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 2,05,000 ചോദിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് കൊടുക്കാം. ലോൺ കയറുമ്പോ ഇതിന്മേ നമുക്ക് സെറ്റ് ലോണൊക്കെ കയറ്റി കൊടുക്കാം. നമ്മളങ്ങനെ വീണ്ടും റിയൽ ചോയ്സിലെ വീണ്ടും എത്തിക്കണ്ടേ. നമ്മള് കഴിഞ്ഞൊരു വീഡിയോ എത്തിക്കണം. അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ എത്തിക്കണ്ടേ. സെക്കൻഡ് പാർട്ട് 16ഓളം വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്നുള്ള അടിപൊളി ഷോറൂമാണ്. മാക്സിമം ലോൺ ഉണ്ടോ. അതേപോലെ തന്നെ ചെറുവണ്ടി ഷോപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 50-55,000 മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അൾട്ടോ ചാഗ്ര, സ്വിഫ്റ്റ് ചാഗ്ര, റിഡ്സ് ചാഗ്ര, ഇതേമാതിരി മുതലുകളൊക്കെ നമുക്ക് ഒരു 10-20,000 വണ്ടി ഇറക്കാം. നല്ല പ്രൊഫൈലാണ്. ഫുൾ ഓൺ ഇറക്കുമ്പോൾ കൂടുതൽ അർഷാക്കാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഷറാണല്ലേ? പറച്ചിൽ കിട്ടുന്ന ഓക്കെ. ലൊക്കേഷൻ വരുന്നേ ഇത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ഉണ്ട്. മലപ്പുറം ടൗണില്. മലപ്പുറം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. നേരെ കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് വെച്ചാൽ മലപ്പുറം കാവുങ്ങ ബൈപ്പാസിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. വീഡിയോയിൽ നമ്മളുടെ വിളിച്ചാൽ അങ്ങനെ കിട്ടുമല്ലോ. 4 നമ്പർ ഇതിൽ കൊടുക്കണം. ഏതിൽ വിളിച്ചാലും കിട്ടും. ലൊക്കേഷൻ വിട്ടു കൊടുക്കും. സ്പോട്ടിൽ ഫോൺ എടുക്കട്ടെ. നമ്മളെ പ്രത്യേകത അതാണ്. ഫോൺ കംപ്ലൈന്റ് മെസ്സേജ് ഇട്ടോളി. ധൈര്യമായിട്ട് പറയാനല്ലേ? എല്ലാത്തിനും മറുപടി. എത്ര മുതൽ തുടങ്ങുന്നുണ്ട്? ഇത് 50,000 രൂപ മുതലുള്ള വണ്ടി വരണ്ടേ? 50,000 മുതലുള്ള വണ്ടി തുടങ്ങുന്നുണ്ട്. ഒരു 7 ലക്ഷം 8 ലക്ഷം വരെയുള്ള എല്ലാ വണ്ടികളും ഉണ്ട്. ബൊലേറോകളൊക്കെ ചെറിയ കഴിഞ്ഞപ്പോ ഇന്നോവകൾ വേണോ? ഏകദേശം ഒരു 5 ലക്ഷം 4.90 ലെവലിൽ ഇന്നോവൽ തരും. സ്വിഫ്റ്റുകൾ 1 ലക്ഷം മുതലുണ്ട്. ഏകദേശം 4, 5, 6, 7, 8, 9 മുളക്ക ഉണ്ടല്ലോ. എല്ലാ മോളും ചെറുവണ്ടികളും മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ? ഇയോണ് അൾട്ടോണൂർ അങ്ങനത്തെ വണ്ടികൾ ചെറുവണ്ടികളുണ്ടല്ലോ. മാക്സിമം ലോൺ 25,000 മുടക്കിയ ബാക്കി അങ്ങനത്തെ 25,000 മുടക്കാം. ഇനിയിപ്പോ നല്ല പ്രൊഫൈലാണ്. ഫുൾ ഓൺ കൊടുക്കാം. ബൊലേറകളുണ്ട്. ഇനിയിപ്പോ അതല്ല പുതിയ മോൾ 22 മോൾ കിഗർ ഉണ്ട്. മാക്സിമം ലോണിലുണ്ടോ? എല്ലാം ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാമല്ലേ? ഒക്കെ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് മോഡൽ നമ്മൾ ആദ്യത്തെ വണ്ടി അൾട്ടോണൂർ അല്ലേ? ചെറിയ വിലക്ക് ചെറിയ വണ്ടി 53 ഏത് മോഡലുണ്ട്? 2013 വണ്ടി. 2013 മോഡലാണ്. ഓപ്ഷൻ 53 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഓക്കെ. ഓപ്ഷൻ LXI. ഇത് LXI ആണ്. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇത് ഒരു 70,000 കിലോമീറ്റർ ആ ലെവലിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 2ാമത്തെ ഓണറാണ്. നിലവിലുണ്ടല്ലേ? ഇന്ത്യയിലെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറുണ്ടല്ലേ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.75 ഇട്ടേ ഒരു 10-40 റുപ്യ ബാക്കി ലോണും ചെയ്ത് കൊടുക്കാം. 1,75,000 ആണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിന് മാക്സിമം ലോൺ കയറും. മാക്സിമം ലോണും ചെയ്ത് ഒരു 10-20-80 ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി അൾട്ടോണൂർ ഇറക്കാം. വേറെ പണി കാര്യങ്ങളാണ് പ്രശ്നമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. കൊണ്ടുവരുന്നാ മതി. എണ്ണ അടിച്ചാൽ മാത്രം മതില്ലേ? ഒരു ഒച്ചപ്പാടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയില്ലേ? അതേപോലെ അടിപൊളി ഇയോണുള്ള അടുത്ത് 2013 ആണിത്. 13 മോഡല്. ഓപ്ഷൻ ഏതാ? ഇത് മാഗ്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ മാഗ്ന വരുന്നില്ലേ? അതിന്റെ മേലെ സ്പോർട്സ് ഉണ്ട്. മാഗ്ന. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നത് 70,000 65,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ? 2ാമത്തെ ഓണർ വണ്ടി. നിലവിലുള്ള മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി വണ്ടി. നല്ല വണ്ടികളാണ്. നല്ല ഉഷാർ വണ്ടിയല്ലേ? ഇതൊക്കെ ഒരു 10-35 രൂപ 40 രൂപ മുടക്കിയ ബാക്കിയൊക്കെ ലോണും കയറട്ടോ. ചെറുവണ്ടികളൊക്കെ 10-40 രൂപ മുടക്കിയാൽ മതി. ചിലപ്പോ 25 മുടക്കിയാൽ മതിയാവും. അനുസരിച്ചിരിക്കും. പ്രൊഫൈലാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? എത്ര വണ്ടികളൊന്ന് ചോദിക്കുന്നതായിട്ട് പറഞ്ഞത്? ഇത് നമുക്ക് 1.75 ചോദിക്കണം. ചെറിയൊരു മാറ്റം വരുത്തിട്ട് 1.75 എന്തായാലും കുറച്ച് കൊടുക്കാം. ചെറിയൊരു മാറ്റം, വലിയൊരു മാറ്റം. നമ്മള് കസ്റ്റമർ വരുന്ന ചിലവും അങ്ങനത്തെ എടുക്കുന്നുള്ളതിൽ മാക്സിമം കുറച്ച് കൊടുക്കും. ഒരു 10-40 റുപ്യ നമുക്ക് വണ്ടി ഇറക്കാം. ഇറക്കി കൊടുക്കാം. 18 ലെവലിൽ മൈലേജ് കിട്ടും. 17 ആ ലെവൽ പറയാലേ? ഓക്കെ. അതേപോലെ അടിപൊളി അർട്ടിക ഉണ്ടല്ലോ, 7 സീറ്റ് വണ്ടി. 2012 വണ്ടി. 12 മോള വീഡിയോ ഓപ്ഷൻ വരുന്നത്. വീഡിയോ ആണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നാണ് 1.5 അടുത്ത് ഓടിയുന്നത്. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പിൽ വരുന്നുണ്ട്. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല? റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ചെയ്യല്ലോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം.
എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 395 കിട്ടിയ കൊടുക്കാം. 395 ആണ്. 5 കിട്ടിയ കൊടുക്കാം. എന്തായാലും കുറച്ച് കൊടുക്കുമോ? ചെറിയ കണക്കുമ്പാടെ ചെയ്യാം, ചെയ്ത് കൊടുക്കാല്ലേ? എണ്ണക്കായി കുറച്ച് കൊടുക്കും. ചെയ്ത് കൊടുക്കും. അതാണ്. ലോണൊക്കെ എത്ര കയറുന്നാലേ? ലോൺ ഇതിന്മേല് 3 റുപ്യ എന്തായാലും കയറും. മാക്സിമം ലോൺ കയറും. ഒരു 19 റുപ്യ ഒരു അടിപൊളി 7 സീറ്റ് എർട്ടിക നമുക്ക് ഉണ്ടാകാം. ഡീസലാ വരുന്നുണ്ട്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 20. ആ ലെവലില് ഡീസൽ മൈലേജ് പറയാം. 19-20 ഇതിന്റെ ഉള്ളിൽ കിട്ടും. എന്തായാലും കിട്ടുമല്ലോ. ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ച്. ഓക്കെ. അതേപോലെ അടിപൊളി സ്റ്റാർ ഉണ്ടല്ലോ. LXI വരുന്നത്. LXI എത്ര മോഡൽ? രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2010 വണ്ടി. 10 മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. LXI ആണ് വരുന്നത്. ഓക്കെ. എന്നാ കിലോമീറ്റർ കിലോമീറ്റർ 1ന്റെ അടുത്ത് ഓടിക്കണം. പക്ഷെ നല്ല മെക്കാനിക്കൽ വണ്ടി. ഫുൾ ഉഷാറാണല്ലേ? അടിപൊളിയുണ്ട്. അത്ര ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളത്. ഓണർ ആയിട്ടുള്ളൂ അല്ലേ? മയും വെയിലും കൊള്ളാതെ അടിപൊളിയായിട്ട് ചെറിയ വിലക്ക് ഉണ്ടാകട്ടെ വണ്ടിയില്ലേ? അതൊക്കെ നമുക്ക് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ചെറിയ പോളിഷിങ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കാല്ലേ? നല്ല മെക്കാനിക്കാണ്. ബൈക്കിലൊന്നും ഒരു ബുദ്ധിമുട്ടായി കൊടുങ്ങൂല. അങ്ങനത്തെ അത്ര ഗ്യാരണ്ടിയാണ്. ഫീച്ചർ കാര്യങ്ങൾ അതുണ്ട്. എല്ലാം ഷാറ്. എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? കൊടുത്തുള്ള എഞ്ചിനാണ്. ക്വാളിറ്റി എഞ്ചിനാണ്. ക്വാളിറ്റി എഞ്ചിനാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.35 കിട്ടിയ കൊടുക്കാം. 1,35,000 റുപ്യക്ക് അടിപൊളി A-Star LXI കൊടുക്കാം. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോ 15-16 ആ ലെവലില് മൈലേജ് കിട്ടും. നേരിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അതേപോലെ അടിപൊളി റിഡ്സ് ആണല്ലോ. LDA കൺവേർട്ടഡ് വീഡിയോ ആണ്. LDA കൺവേർട്ട് ചെയ്ത് വീഡിയോ ആക്കിയോളൂ. ഓക്കെ. എത്ര മോഡലായിരുന്നു? ഇത് 2012 കേട്ടോ. 12 മോഡല് റിഡ്സ് ആണല്ലേ? LDA ആണ്. LDA കൺവേർട്ടഡ് വീഡിയോ ആക്കിയോളൂ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇത് വന്നിരിക്കുന്നത് 1.40 കറക്റ്റ് ഓട്ടാണ്. കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. നല്ല മെക്കാനിക്കാണ്. നല്ല എഞ്ചിനാണ്. എല്ലാം കൊണ്ട് ഉഷാറാണ്. എഞ്ചിന് മെക്കാനിക് ഉഷാറാണ്. നല്ല വൃത്തിയുണ്ടല്ലോ അല്ലേ? ഒരു റീപ്ലേസ് ഇല്ല കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? അത് നമുക്ക് 2.65 ചെറിയൊരു മാറ്റം പറ്റിയിട്ടും കൊടുക്കാം. 2.65 കുറച്ച് കൊടുക്കാം. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. ഇത് ഡീസലാകുമ്പോൾ മൈലേജ് കിട്ടും? ഡീസലൊക്കെ 20. ആ ലെവലില് മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 1-2 കിലോമീറ്റർ അങ്ങോട്ടൊക്കെ ഡിഫറൻസ് വരും. മാറില്ല. നമ്മൾ ടൗണിലോട്ടും ഒരു ഹൈവേമോട്ടും മാറ്റം. ഓക്കെ. അതേപോലെ അടിപൊളി ഹോണ്ട അമേസ് ആണല്ലോ. അമേസ് നല്ല ചുരുക്കുള്ള വണ്ടിയില്ലേ? നല്ല മൈലേജുള്ള വണ്ടിയില്ലേ? നല്ല മൈലേജ്. അങ്ങനെ പറയാം. 2021 ഇത് വണ്ടി. 21 മോളുണ്ടല്ലേ? 15,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. ലോക്കലോട്ട് ഓടിച്ചോളൂ. ഓക്കെ. ചെറിയ റീപ്ലേസ് ഉണ്ട് ഇതിമേലുള്ള. നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. എല്ലാ കസ്റ്റമർ കാര്യങ്ങളും വന്നിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുക്കാം. മാക്സിമം ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ ആണ്. അമേസ് കൊടുക്കുന്നുണ്ട്. ഫുൾ ഓൺ ആണ്. ഓക്കെ. എന്താണ് 6.25 ചോദിക്കുന്നത്? 6.25 ലോണും കയറും. ഫുൾ ഓൺ അല്ലേ? ചെറിയ എന്തെങ്കിലും മാറ്റം നമ്മൾ വെട്ടി കൊടുക്കാനും റെഡി ആട്ടോ. ചെയ്ത് കൊടുക്കാം അല്ലേ? എത്ര ഓടിക്കണ്ടേ? ഇത് ഓട്ടം 15,000-16,000 കിലോമീറ്റർ. ആ ലെവലിൽ ഓടിക്കണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പെട്രോൾ ആണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിൽ വണ്ടി. ചെറിയ റീപ്ലേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. എക്സെപ്ഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ എസ് ആണ് ഓപ്ഷൻ വരുന്നത്. എല്ലാം ഉണ്ടാവും. അത്യാവശ്യമുള്ള സ്റ്റിയറിംഗ് മോളിംഗ് കൺട്രോൾ കാര്യങ്ങൾ സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയില്ലേ? ഞാൻ പറഞ്ഞേ കൊടുക്കുള്ളൂ. പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. എല്ലാം പറഞ്ഞേ കൊടുക്കുള്ളൂ. ഇതേ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? 15-16. ആ ലെവലിൽ നമുക്ക് മൈലേജ് പറയാലല്ലേ? ചിലപ്പോ 15 എത്തും. നമ്മൾ 16 വരെ ഏറ്റാ മതി. ലക്ഷറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നല്ല വണ്ടി ഓടിക്കാൻ അനക്കല്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി സിയാസ് ആണല്ലോ എടുക്കണത്. അഡ്വാൻസ് ബുക്കിംഗ്. ഓ, ഇനി ഇതല്ലാതെ വേറെ ചോദിച്ചാൽ കൊടുക്കൂലേ? ഓക്കെ. പറയണ്ടല്ലേ? അടുത്ത വണ്ടി അടിപൊളി I20 കൊടുത്താല്. ഇത് 2015 ആണ്. പെട്രോൾ I20 ആണ്. 15 മോഡലാണ്. ഫാൻസി നമ്പർ ആണല്ലേ? നല്ല വണ്ടിയാ. നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാ. ഇത് ഓപ്ഷൻ വരണ്ടേ? ഇത് ആസ്റ്റാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ വരുന്നത് 1ന്റെ അടുത്തിട്ട് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണറിലാണ് വരുന്നത്. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുള്ള് പക്ക ക്ലിയർ ഉണ്ടല്ലേ? ഓ, നല്ല വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 5 രൂപ കൊടുക്കാം. 5 ലക്ഷം റുപ്യക്ക് 15 മോളിൽ ലോണും കയറി. 4 കയറി 50 രൂപ മുടക്കുന്നതിന് ബാക്കി വെറും 50,000 മുടക്കിലുള്ള അടിപൊളി ഫുൾ ഓപ്ഷൻ I20 കൊണ്ടുപോകാം. അത് മാസ്റ്റ് അല്ലേ? പെട്രോൾ ആണ് വരുന്നത്. ഫ്യൂൽ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ? 16-17. ആ ലെവലിൽ നമുക്ക് പെട്രോൾ മൈലേജ് നല്ല പവറുള്ള വണ്ടിയില്ലേ? നല്ല ഉഷാറുണ്ടല്ലേ? നല്ല വണ്ടിയാ. എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും. 14 ഫാൻസി നമ്പർ ഒക്കെ. അതാറുണ്ട്. കമ്പനി സ്റ്ററിലുണ്ട്. തട്ടുമുട്ടിലും 2 ഗ്യാരണ്ടി എന്തായാലും ഇവിടെ ഏറ്റവും ഫ്ലഡ് അങ്ങനത്തെ 2 കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ വെക്കാം. ചെക്ക് ചെയ്ത് ഒന്ന് എടുത്തോട്ടെ. ഷോപ്പേരെ കൊടുത്തോട്ടെ. എല്ലാം നോക്കിയോട്ടെ. ഒന്നും കുഴപ്പമില്ല.
പറഞ്ഞ പിന്നെ ഇല്ലാന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അടുത്തോണ്ട് സെലറി അല്ലേ? സെലറി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ചുവപ്പ് കളർ. ഏത് മോഡലുണ്ട്? 15 മോഡലായിരുന്നു. 15 മോഡലാണ്. ഓപ്ഷൻ ഏതാ? VXA വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിട്ട് 85-90 ലെവലിലൂടെ ഒന്നിനുള്ളിലാണ് ഓടിക്കുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർ നിലവിലുള്ള അല്ലേ? ലേഡീസിനും പറ്റും ജെന്റ്സിനും പറ്റും. അടിപൊളി ഓട്ടോ. 2 1 ഒന്ന് ചെക്ക് ചെയ്യണം, കൺഫേം ആക്കണം. ഈ 10-15 വണ്ടി ഉണ്ടാവുമ്പോഴേ നിക്കാത്തോണ്ടാണ് ഞാനിങ്ങനെ. വിളിക്കുന്നത് കറക്റ്റ് പറഞ്ഞു. എല്ലാം കറക്റ്റ് ആക്കിട്ട് ക്ലിയർ ആക്കിട്ട് പറയണം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമുക്കൊരു 4 രൂപ കിട്ടിയ ഫൈനല് 4 ലക്ഷം ചോദിക്കുന്നുണ്ട്. കുറയോ? ചെറിയൊരു മാറ്റം പറ്റും. എണ്ണക്കായി കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടിയില്ല. ഇതിന് എന്റെ 3 റുപ്യ ലോണും കയറി. ഫുള്ളാ കയറുമോ? ലോണല്ല, ഒരു 50 റുപ്യ മുടക്കേണ്ടി വരും. ചെറിയ മുടക്ക് എന്തായാലും പ്രൊഫൈൽ നോക്കി മാക്സിമം ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ 50 റുപ്യ അല്ലെങ്കിൽ ഫുൾ ലോൺ കയറി ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര മൈലേജ് പെട്രോൾ ഓട്ടോമാറ്റിക്? 15 വരെ വെറ്റാളി 14 വരെ കിട്ടുണ്ടാവുള്ളൂ. കറക്റ്റ് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓടിക്കുന്നവരെ അനുസരിച്ച് ഓടിച്ചോടല്ലേ? 15 നിങ്ങൾ പറഞ്ഞാളി, അതിലൊക്കെ നോർമലാണ്. 15 മൈലേജ് കിട്ടുമല്ലേ? കേൾക്കുമ്പോൾ 17-18 വരെ കിട്ടുന്നുണ്ട്. 16 ഇതൊരു 1-2 കിലോമീറ്റർ പിന്നെ ഓട്ടോമാറ്റിക് ആകുമ്പോ കമ്മിയാവും. ഓക്കെ. അതേപോലെ അടിപൊളി ഇത്യോസ് ലിവണ് ഡിക്കുള്ള സെഡാണ്. ഇത്യോസ് തന്നെയാണല്ലേ? എങ്ങനെ മോഡലായിരുന്നു? 2013 മോഡലാണ്. 13 മോഡലാണ്. ഓപ്ഷൻ ഏതാ? ഇത് GD ഓപ്ഷൻ ആണ്. GD ഓപ്ഷൻ വരുന്നില്ലേ? കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.5 ഇതിൽ ഓടിക്കണം. റീ രജിസ്ട്രേഷൻ ആണ്. അത് നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ കഴിയില്ല. റീ രജിസ്ട്രേഷൻ ആണ്. 1.5 ഓടിക്കണ്ടില്ല. മീറ്റർ നമ്മൾ പറയുള്ളൂ. മെക്കാനിക്കൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. എഞ്ചിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. അത് ഗ്യാരണ്ടിയാണ്. ഇഞ്ചൻ ഗ്യാരണ്ടി നമ്മളെ ഗ്യാരണ്ടി പറഞ്ഞാലേ അത് ഗ്യാരണ്ടി തന്നെയാണ്. ചെക്ക് ചെയ്യണവർക്ക് എല്ലാരും കൂടി ചെക്ക് ചെയ്തിട്ട് വർക്ക്ഷോപ്പുകാർ വരുന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് 2 വർക്ക്ഷോപ്പും ഉണ്ട്. 2-3 കുറച്ച് 1 കിലോമീറ്റർ അങ്ങോട്ട് പോലൊക്കെ ഉണ്ട്. വർക്ക്ഷോപ്പിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പൊ നല്ലോണം ചെക്ക് ചെയ്തെടുക്കാം. എല്ലാം നോക്കിയെടുക്കാം. ഓക്കെ. എത്ര വണ്ടികൾ ചോദിക്കുന്നത്? നമുക്കൊരു 3.5 ഫൈനല് കിട്ടി നമുക്ക് കൊടുക്കുന്നത്. 3.5 ലക്ഷമാണ്. 13 മോഡൽ ഇത്യോസ് സെഡാൻ വണ്ടികൾ ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ച് കൊടുക്കും. ചെറിയൊരു മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ ഇതിന്മേല് 3 റുപ്യ 2 റുപ്യ എന്തായാലും ഏറ്റുള്ളൂ. മാക്സിമം ലോൺ കയറും നേരിട്ട് പറയാലോ. അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ്. ചുവപ്പ് കളറ്. 2018 ആണ്. 18 മോഡല ഡീസൽ. ഡീസൽ വണ്ടി. ഓപ്ഷൻ ഏതാ? ഇത് വീഡിയോ വരുന്നില്ലേ? ന്യൂ ഷേപ്പ് ആണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.10 ആയിട്ട് ഓടിയിട്ടുണ്ട്. ആ ലെവലിലാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി കമ്പനി. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 2ാമത്താണ് നോക്കണല്ലേ? കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. കസ്റ്റമർ വിളിച്ചാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു വണ്ടിക്കാണ് വിളിക്കുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ ഫോട്ടോ ഒക്കെ വിട്ടു കൊടുക്കും. എല്ലാം ചെയ്ത് കൊടുക്കും. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമുക്ക് 6.25 കിട്ടിയാൽ കൊടുക്കാം. 6.25 കിട്ടിയാൽ കൊടുക്കാം. ഡീസലാട്ടോ. ഡീസലാണ്. മൈലേജ് ഉണ്ടാവും. വീഡിയോ ഓപ്ഷൻ വരുന്നത്. ഓക്കെ. 6.25 കുറച്ച് കൊടുക്കാം. ലോൺ കാര്യങ്ങളൊക്കെയാണ്? ലോൺ കാര്യങ്ങൾ ഇതിന്റെ 5 റുപ്യ അടുത്ത് തന്നെ 4.25-5 റുപ്യ അടുത്ത് ലോൺ കയറും. മാക്സിമം ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ. വേറെ പണി റീപ്ലേസ് ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി നല്ല അടിപൊളി റിഡ്സ് ആണ് അല്ലേ? ചെറിയ കൈ കൊടുക്കാൻ പറ്റും. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2012 ന്യൂ മോഡൽ വണ്ടിയാണ്. 12 മോഡൽ ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ്. ഓപ്ഷൻ ഡീസലാണ്. മറ്റേ LDA കൺവെർട്ടർ വീഡിയോ. 4 ഡോർ പവറിന്റെ സെപ്പറേറ്റ് ഒക്കെ കയറ്റി കേട്ടോ. ഒക്കെ ചെയ്താണല്ലോ അല്ലേ? 2ാമത്തെ ഓണർഷിപ്പ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. 2ാമത്തെ ഓണർഷിപ്പ് ആണ് ഉള്ളത്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അതിപ്പോ ഞാൻ ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിലേ 2 ലക്ഷം രൂപ ലോണൊക്കെ കയറി ഒക്കെ ചെയ്തില്ലേ? 2.65 നമ്മൾ ചോദിക്കുന്നത്. 2 ലക്ഷം ലോൺ ഇതിമ കയറും. മാക്സിമം ഒരു 10-50 റുപ്യ 60 റുപ്യ വണ്ടി ഇറക്കും ചെയ്യാലോ അല്ലേ? നല്ല വണ്ടിയോ. തട്ടുമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്നും റീപ്ലേസ് ചെയ്യാത്ത വണ്ടി. കിലോമീറ്റർ 1.25 അങ്ങനെ എന്തൊക്കെയാണുള്ളത് ഓടിക്കണ്ടല്ലേ? ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. വെറും 60,000 മുടക്കിൽ നല്ല അടിപൊളി ഡീസല് റെഡ്സൺ ഇറക്കാം. അതും 4 ഡോർ വിൻഡോ ഒക്കെ ചെയ്ത വണ്ടിയില്ലേ? ന്യൂ മോഡലാണ്. ന്യൂ ഷേപ്പ് ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി. റീപ്ലേസ് ചെയ്യാത്ത വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ടതിന്? ഹിസ്റ്ററി ഉണ്ടാവും. 12 വണ്ടിയൊക്കെ നമ്മൾ നോക്കില്ല. ഒന്നുമില്ല. ഗ്യാരണ്ടി ആണ്. ഇഞ്ചൻ ഗ്യാരണ്ടി ആണ്. എഞ്ചിനൊക്കെ നല്ല എഞ്ചിനാണ്. ഓക്കെ. എന്തായാലും ഒരു 18 ലെവൽ മൈലേജ് കിട്ടൂലേ? 18 രൂപ കിട്ടും. ഓക്കെ. അതേപോലെ വീണ്ടും പിടിച്ചാണല്ലോ. ചാകരാണല്ലേ? അറിയണുണ്ട് നമ്മൾ. ഓക്കെ. എങ്ങനെ ഇത് മോഡൽ വരുന്നത്? ഇത് 2009 ആണ്. 9 മോഡൽ റിഡ്സ് ആണല്ലേ? വീഡിയോ ഓപ്ഷൻ വരുന്നതാണ്. ഡീസൽ വണ്ടി തന്നെയാണ്. അങ്ങനത്തെ ഒന്നും മാറിയിട്ടില്ല. അതും അറിയില്ല. കമ്പനിയാണ്. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. 2009 ഫുൾ കട്ട ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. ഒക്കെ ഉണ്ട്. നല്ല ബോഡി ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? എത്ര ഓടിക്കണ്ടത്? ഇത് ഓട്ടം 1.40 അങ്ങനെ ഓടിയിട്ടുണ്ട്. ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3ാമത്തെ ആയിട്ടുണ്ട് നിലവിലുള്ള അല്ലേ? വേറെ മേജർ റീപ്ലേസ്? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. 9 പറഞ്ഞിട്ട് കാര്യമില്ല.
രണ്ട് ചാവി ഇതൊക്കെ അങ്ങനത്തെ എല്ലാം സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. 9 ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട് അല്ലേ? പേപ്പർ എത്ര ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പേപ്പർ ഒരു 6 മാസം ഉണ്ടാവും. പേപ്പർ ഉണ്ട്. അതിന് ശേഷം നോക്കിയാൽ മതി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്കൊരു 2-5 ഫൈനൽ ഇട്ടാ കൊടുക്കാം. 2,05,000 ചോദിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് കൊടുക്കാം. ലോൺ കയറുമ്പോ ഇതിന്മേ നമുക്ക് സെറ്റ് ലോണൊക്കെ കയറ്റി കൊടുക്കാം. പിന്നെ ബാങ്കിൽ ചില ബാങ്കുകൾ കയറ്റി കൊടുക്കണുണ്ട്. നമുക്ക് നോക്കല്ലേ, ഒരു 1 lakhന്റെ അടുത്തേക്ക് ചിലപ്പോൾ കയറും. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ഓക്കെ. അതേമാതിരി വീണ്ടും ഒരു അൾട്ടോണ്ണൂർ ആണല്ലോ. 2018 ആണിത്. 18 മോളില് ന്യൂ ഷേപ്പ് അൾട്ടോണ്ണൂർ. 5,009 നമ്പർ ഉണ്ട് അല്ലേ? 6,008 നമ്പർ ഉണ്ട് അല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയാണ്. ആ കൊണ്ടിട്ടുള്ള ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 2ാമത്തെ നിലവിലുള്ള അല്ലേ? ഇത് LXI റീപ്ലേസുകൾ റീപ്ലേസ് ഒന്നുമില്ല. ആ പരിപാടികൾ കാര്യങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു. നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? കമ്പനി ഹിസ്റ്റർ ഉണ്ടാവും. അപ്പൊ ഹിസ്റ്ററിലെ വണ്ടി ഉഷാറുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 2,85 കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ചെറിയ കണക്കം. ലോൺ കാര്യങ്ങൾ എത്ര കയറും? ലോൺ നിങ്ങൾക്ക് ₹2 മേലക്ക് കയറ്റി കൊടുക്കും. എന്തായാലും കയറും അല്ലേ? നമ്മളൊരു ആവറേജ് കണക്കാ പറഞ്ഞത്. നല്ല പ്രൊഫൈലാണ്. മാക്സിമം ഫുൾ ലോൺ നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം. 18 ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. 18 കിട്ടും. ഓക്കെ ഓക്കെ. അതേപോലെ നല്ല അടിപൊളി സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ചെറിയ കസ്റ്റമർ അഡ്വാൻസ് തന്നിട്ടുണ്ട്. അഡ്വാൻസ് എന്താണ്? ലോണിനും മുഴുവനാവുന്ന നമുക്ക് ഓക്കെ. എന്തായാലും വിളിച്ചോണ്ടല്ലോ ആൾക്കാർ. 13 ഓക്കെ. 13 മോളില് സ്വിഫ്റ്റ് ഡിസൈറ അല്ല സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് തന്നെ ആണല്ലേ? 13-14 റേസ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് വരുന്നത് 1.25 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 2-3 അതൊന്നും കറക്റ്റ്. ഓണർഷിപ്പ് ഉള്ളല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ എന്താണ്? റീപ്ലേസ് ഇല്ല. ഒന്നും മേജർ ആക്ഷൻ ആ പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ. നല്ല എഞ്ചിനാണ്. ഇഞ്ചിനും മെക്കാനിക്കും ഉഷാറാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? അഡ്വാൻസ് വന്നോളൂ. ആവശ്യക്കാരെ വിളിക്കാൻ നമുക്ക് 2 ദിവസം കൊണ്ട് കൺഫേം ആവും. ചെയ്ത് കൊടുക്കും ചെയ്യാം. ഓക്കെ. ഏത് സ്വിഫ്റ്റിനെ വിളിച്ചാൽ നമ്മുടെ സാധനം സെറ്റ് ആണ്. എന്തായാലും മാക്സിമം ലോണുള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടി നല്ല അടിപൊളി റെഡി ഗോ ആണല്ലേ? ഓക്കെ. എങ്ങനെ മോഡൽ വരുന്നാല്? ഇത് 2014 വണ്ടിയാണ്. 14 മോഡല് ഗോ ആണല്ലേ? കാര്യങ്ങളൊന്നും ഇല്ലാത്ത റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ചെറിയ പൈസന്റെ വണ്ടിയാണ്. 1.65 നമുക്ക് ഇത് കൊടുക്കാം. 1,60,000 മാക്സിമം 1.25 ലോണും കയറും. ലോൺ കയറും. ഈ ആക്സിഡന്റ് മാക്സിമം ലോൺ കയറും. വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ ഒന്നല്ലേ? ഒരു പരിപാടി ഇല്ല. ഇത് എത്ര ഓടിക്കണ്ട അറിയോ? ഇത് ഓട്ടം ഒരു 1ന്റെ അടുത്തിട്ട് ഓടിയിട്ടുണ്ട്. ആ ലെവലാണ് ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2ാമത്തെ ആയിട്ടുള്ളൂ നിലവിലുള്ള അല്ലേ? സീറ്റുകൾ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ? നല്ല വണ്ടിയാണ്. ഓടിക്കാനൊക്കെ നല്ല ഉഷാറുണ്ട് അല്ലേ? എത്ര വണ്ടി ആവശ്യക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഏകദേശം ആവണുള്ളൂ. ഒരു മാരുതി ആൾട്ടിന്റെ വിലക്ക് നമുക്ക് സാധനം കൊടുക്കാം. അത് പെട്രോൾ വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവും. നല്ല പവറുള്ള വണ്ടി അല്ലേ? അത്ര 1.80 അല്ല 1.65 കൊടുക്കാം. 1,65,000 ചോദിച്ചാണ്ട് കുറച്ച് കൊടുക്കാം. ഇതുമ്പോ ലോൺ ഫുൾ ലോൺ അല്ലേ? മാക്സിമം ലോൺ കയറും. ഒരു 10-15 രൂപ മുടക്കിയാൽ മതി. മുടക്കാൻ നമുക്ക് ഇറക്കും ചെയ്യാലല്ലേ? ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.